പാർട്ടി വരണ്ടേ ഞങ്ങള് സമയം ചേരുന്നു. പ്രതിഷേധമാണ് തത്സമയം നിങ്ങൾ കാണുന്നത്. അധികാരത്തിൽ മഴയിൽ നിന്ന് പുറത്തു വരാം. പത്തനാപുരത്ത് പഞ്ചായത്ത് പടിയുടെ ജംഗ്ഷനിൽ BJP-യുടെ വൻ പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഗണേശനെതിരെ ആരോപണത്തെ തുടർന്നാണ് BJP-യുടെ വൻ പ്രതിഷേധം പത്തനാപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത്. ഇതിന്റെ വലിയൊരു
വലിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സമരമുറ കളിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ BJP മോദിജി മോദിജി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ പ്രതിഷേധ മാർച്ച് പോലീസ് വഴി പത്തനാപുരത്തുള്ള ഗണേഷ് കുമാറിന്റെ MLA ഓഫീസിലേക്കാണ് BJP പ്രതിഷേധ മാർച്ചുമായിട്ട് വന്നത്. തുടർന്ന് ഈ MLA ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് ഈ മാർച്ച് തടയുകയാണ്. തയ്യാറായിട്ടില്ല. ആ റോഡിൽ ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ വലിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷ ശ്രീമതി രാജീവ് പ്രസാദ്, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ, ശ്രീ AR അരുൺ, അതുപോലെ തന്നെ പാർട്ടിയുടെ കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാഹുലേയൻ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വിളക്കുടി ചന്ദ്രൻ, അതുപോലെ തന്നെ ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, നേതാക്കന്മാരെ, നമസ്കാരം. ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബൈജു തോട്ടശ്ശേരി, മറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ നമസ്കാരം. നമ്മൾ ഈ സായം സന്ധ്യയില് ഇവിടുത്തെ മന്ത്രിയുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം ഈ നാട്ടിലെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിരവധിയോളം പെണ്ണുകേസുകള് അകപ്പെട്ടിട്ടുള്ള ഗാർഹിക പീഡനത്തിൽ പ്രതിയായിട്ടുള്ള ഒരു മന്ത്രി, അതിലൊന്നും പഠിക്കാതെ ഇപ്പോൾ 3ഉം 4ഉം തവണയായിട്ട് ഈ ഗാർഹിക പീഡനത്തിലും പെണ്ണുപിടിയിലും പെടുന്ന ഒരു മന്ത്രിയായി ഗണേഷ് കുമാർ മാറി എന്നതിന്റെ അപമാനഭാരത്താൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം ചേർന്നാണ് ഞങ്ങൾ ഈ ജനകീയമായിട്ടുള്ള ഈ പ്രതിഷേധം ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാർച്ചിൽ ഞങ്ങൾ കൂടുതൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പത്തനാപുരം നിയമസഭാ മണ്ഡലം ഇന്ന് കേരളത്തിൽ തന്നെ അപമാനിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന്, സ്വത്തിന് ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു മന്ത്രി, ആ സർക്കാരിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രി, ആ മന്ത്രി കാരണം ഈ നാട്ടിലെ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഈ മന്ത്രി കാരണം വീടിന് വെളിയിലേക്ക് ഒന്നിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നതാണ് ഞങ്ങൾ ഈ മാർച്ച് നടത്തിയതിന്റെ ഉദ്ദേശം. സുഹൃത്തുക്കളെ, ഇനി കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്കൊന്നേ ആവശ്യപ്പെടാനുള്ളൂ. ഈ മന്ത്രിയെ അടിയന്തരമായിട്ട് വന്ധ്യംകരിക്കണം. ഈ മന്ത്രിയെ അടിയന്തരമായിട്ട് വന്ധ്യംകരിച്ചില്ലെങ്കിൽ ഈ നാടിന് മുഴുവൻ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ഇയാളെ വിലസുന്ന ഒരു കാലം വരും. LDF-ലായാലും UDF-ലായാലും ഈ മന്ത്രി ഈ പത്തനാപുരത്തെ അപമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരവസരം തന്നാൽ ഞങ്ങളുടെ സിറിഞ്ചും അതിന്റെ കത്രികയും അതിന്റെ മെഡിക്കൽ ഉപകരണങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ പോലീസിനോട് ഞങ്ങൾ പറയുന്നു, 10 മിനിറ്റ് തന്നാൽ മന്ത്രി വീട്ടിലുണ്ടാകുമെങ്കിൽ ആ വന്ധ്യംകരണം ഞങ്ങൾ നടത്താൻ തയ്യാറാകും എന്നതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷ ശ്രീമതി രാജീവ് പ്രസാദ്ജിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ സമരത്തിന്റെ ആരാധനായ അധ്യക്ഷൻ, പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീമാൻ സുഭാഷ് പട്ടാഴി, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള AR അരുൺ, ആലഞ്ചേരി ജയചന്ദ്രൻ, അതേപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ വിളക്കുടി ചന്ദ്രാജി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ബൈജു തോട്ടശ്ശേരി, അതേപോലെ തന്നെ കുന്നിക്കോട് നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ബാഹുലേയൻ, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് അടക്കം, മഹിളാ മോർച്ചയുടെ ലളിതാംബിക ചേച്ചി, അതേപോലെ ശ്രീമതി അഞ്ജന അടക്കം എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരും, ഇന്നിവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിനെ കുറിച്ച് ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ.
സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണവും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതേപോലെയുള്ള പെണ്ണുപിടിയന്മാരെയും ആഭാസന്മാരെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഈ കേരളത്തോട് മാതൃക കാണിക്കാൻ തന്റെ ഇടമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഗണേശനോടും ചോദിക്കാനുള്ളത്, ഒരു സിനിമയിലെ മോഹൻലാൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണോ ഗണേശ താൻ നന്നാവാത്തത്? കാരണം ഇതൊരെണ്ണമല്ല, ഓരോ ദിവസവും ഓരോ വർഷവും ഓരോ വിവാഹം കഴിക്കും. ആ വിവാഹം കഴിക്കുന്ന സ്ത്രീകളെയെല്ലാം അതിക്രൂരമായി പീഡിപ്പിച്ച് അതേപോലെ അവരെ ക്രൂരമായി മർദ്ദിപ്പിക്കുന്ന കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗണേശ, നിന്നെ ഞങ്ങൾ ഈ വഴി നടത്തില്ല. പത്തനാപുരത്തെ മണ്ണിലൂടെ നടക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവുമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരുപാട് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ആ സ്ത്രീകളുടെ കണ്ണീരിന് ഒരാളല്ല, യാമിനി തങ്കച്ചി അടക്കമുള്ള ഈ ഭാര്യമാര് അവരൊഴിക്കുന്ന കണ്ണീരിന് താൻ നാളെ മാപ്പ് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഒരു സമുദായ സംഘടനയുടെ വളരെ വലിയ മഹത്തായ ഒരു സമുദായ സംഘടനയുടെ ഉന്നതമായ സംഘടനാ ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തി, അത്തരത്തിലുള്ള ഒരാള് ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാളെ അധികാര ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ വനിതാ ജയന്തിയും അല്ലെങ്കിൽ വനിതാ സംരക്ഷണ ദിവസവുമൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ അതൊരു ആചരണം മാത്രമല്ല, അല്ലെങ്കിൽ അത് ആദരിക്കപ്പെടേണ്ടത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്ത്രീലംബന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ നിന്നും അതല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് ഈ കേരളത്തിന്റെ മാതൃകയാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി രാജിവെക്കുന്നതുവരെ ശക്തമായ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും മഹിളാ മോർച്ചയും രംഗത്ത് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ AR അരുൺ സംസാരിക്കും. ഏറെ ബഹുമാനിയായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി രാജ്യപ്രസാദ് അവറുകൾ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുഭാഷ് പട്ടാഴി, അതുപോലെ തന്നെ ശ്രീ ബാഹുലേയൻ, ശ്രീ ബൈജു തൊട്ടാശ്ശേരി, അതുപോലെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ, ശ്രീ വിളക്കുടി ചന്ദ്രൻ അവറുകൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇത്തരത്തിലൊരു സമര പരിപാടി ഇവിടെ ആരംഭിച്ചതിനെ സംബന്ധിച്ച് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി പത്തനാപുരത്തെ ജനങ്ങൾ പേറുന്ന ഒരു മാലിന്യം, ആ മാലിന്യത്തിന്റെ നിരവധി ദിവസങ്ങളായിട്ട് നിരവധിയായിട്ടുള്ള കഥകളാണ്, നിരവധിയായിട്ടുള്ള പ്രവർത്തനത്തിനെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ യാമിനി തങ്കച്ചി ആദ്യ ഭാര്യ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നിരവധി പരാതികൾ ഉന്നയിച്ചുകൊണ്ട് KB ഗണേഷ് കുമാറിനെതിരെ വന്നപ്പോ ഇവിടുത്തെ പല UDFന്റെ നേതാക്കന്മാരും അതിനെ ഏറ്റുപിടിക്കുക അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട്, ഗണേശനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ വിരിപ്പ് ചുമക്കുന്നത് ഇവിടുത്തെ LDFന്റെ സർക്കാരും LDFന്റെ നേതൃത്വവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഈ പത്തനാപുരത്ത് നിന്നുകൊണ്ട് ഒരു NSS പോലെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ നിരവധി അഴിമതികൾ നടത്തിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ മുഴുവനും പേരുദോഷം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗണേഷ് കുമാർ, അതോടൊപ്പം തന്നെ ഇന്ന് പെണ്ണ് വിഷയത്തിൽ വളരെ സീനിയറായിട്ട് കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള പെണ്ണുപിടിയനായിട്ടുള്ള മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് KB ഗണേഷ് കുമാറാണെന്ന് നമുക്ക് ഇരുകൈകളും നീട്ടി ഇരുകൈകളും ഉയർത്തി നമുക്ക് പറയാൻ സാധിക്കും. വരും കാലങ്ങളിൽ നമ്മുടെ PSC ചോദ്യപേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ഉത്തരമായിരിക്കാം, നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള, അത് പീഡിപ്പിച്ചിട്ടുള്ള ഒരു മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് KB ഗണേഷ് കുമാർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഈ പത്തനാപുരത്തിന്റെ പ്രിയ വിരിപ്പ് മാലിന്യമേ, ഈ നാട്ടിൽ നിന്നും നിങ്ങളൊന്ന് പോയി തന്നാൽ ഈ നാടിനെ ഒരു മനോഹരമായ നാടാക്കി മാറ്റുവാൻ ഇവിടുത്തെ ജനങ്ങൾ ശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ എനിക്ക് മുൻപ് പ്രസംഗിച്ച അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, അദ്ദേഹത്തിനെ വന്ധീകരിക്കാമെന്ന്. വന്ധീകരിച്ചാലും ഈ സൂക്കട് മാറില്ല. നമുക്കറിയാം, വന്ധീകരിക്കപ്പെടുന്ന ആൾക്കാർക്ക് മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് വന്ധീകരിക്കുകയല്ല വേണ്ടുന്നത്. നമുക്കറിയാം, മത്സരിക്കാൻ പോകുന്ന കാളകളെ ചെയ്യുന്നത് അതിന് മറ്റൊരു തരത്തിലുമുള്ള ഈ നമ്മൾ പറയുമ്പോ ഇപ്പൊ എന്റെ കൂടെ സഹോദരിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് വരിയുടച്ചു വിടണം ഈ ഗണേഷ് കുമാറിനെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിത്തുകളെയല്ല മറിച്ച് മത്സരിപ്പിക്കാൻ കൊണ്ടുപോകേണ്ടുന്ന ആ കാളയാക്കി മാറ്റിക്കൊണ്ട് വരിയുടച്ചു വിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സഹോദരിമാർക്ക്, അമ്മമാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള
പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടുത്തെ MLA പോകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. വരും ദിവസങ്ങളിൽ MLA കുറിച്ചുള്ള നിരവധി അഴിമതി കഥകൾ പുറത്തു വരാനിരിക്കുന്നു. അത് NSSന്റെ താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായാലും അതുപോലെ തന്നെ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായിട്ട് പത്തനാപുരത്തിന്റെ വികസന നായകൻ സ്വയം നയിച്ചു നടക്കുന്ന ഗണേഷ് കുമാറിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ തുറന്നു വിട്ടിരിക്കുകയാണ് ഇവിടുത്തെ പല കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ പല നേതാക്കന്മാരും എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയെ മർദ്ദിക്കുന്ന ഗാർഹിക എന്ത് പിയാണെന്നറിയാമോ? പിമ്മിന്റെ പിയാണ്. അവരുടെ പണി പിയെ അല്ല, അവർ പിമ്മിന്റെ പണി ചെയ്യുന്ന ഇവിടുത്തെ കുറെ PSമാര് ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ ഈ ഇവിടുത്തെ പല പീഡന കഥകളും പുറത്തു വരാൻ പോകുന്നു. അതുകൊണ്ട് നമുക്കറിയാം പല കരയോഗങ്ങളും NSSന്റെ കരയോഗം അംഗങ്ങൾ അല്ലെങ്കിൽ സെക്രട്ടറിമാര് പ്രസിഡന്റുമാര് ഈ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. പല NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരും പല കരയോഗ അംഗങ്ങളുടെയും കരയോഗ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ പത്തനാപുരം താലൂക്ക് യൂണിയൻപ്പെട്ട ഒരൊറ്റ കരയോഗത്തിന്റെ സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ ഈ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല. കാരണം അവിടെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ചിലപ്പോ പ്രായമായിട്ടുള്ള മകളുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലൊരു ഗതികേടുള്ള ഒരേ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പറയാൻ സാധിക്കും KB ഗണേഷ് കുമാറിനുള്ളത്. അതുകൊണ്ട് KB ഗണേഷ് കുമാറിനെ നിങ്ങൾ അടിയന്തരമായിട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് വരിയുടച്ച് അദ്ദേഹത്തിനെ സമൂഹത്തിലേക്ക് ഇറക്കി വേണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യുവാൻ, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പേര് സ്വപ്നമായിട്ട് ഇവിടുത്തെ MLA, ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് പകൽ പോലെ സത്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ രാജിവെപ്പിച്ച ഈ നാടിന് മാനക്കേടിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പിണറായി വിജയനോട് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങള് അഭ്യർത്ഥിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേടുകയും ഈ സമരം ഞങ്ങളുടെ ഒരു സൂചന മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ വിളക്കുടി ചന്ദ്രൻ. പ്രിയമുള്ള ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ സുഭാഷ് പട്ടാഴി, ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജീവ് പ്രസാദ്, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ AR അരുണ്, ആലഞ്ചേരി ജയചന്ദ്രൻ, ജില്ലയുടെ സെക്രട്ടറി ശ്രീ ബൈജു തോട്ടശ്ശേരി, ശ്രീ മണ്ഡലം പ്രസിഡന്റ് ബാഹുലെ, സമന്വിതരായ പാർട്ടിയുടെ നേതാക്കന്മാർ, ഉദ്ഘാടകനും അതേപോലെ തന്നെ പ്രാസംഗികരുമെല്ലാം തന്നെ ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തെ പറ്റി പറഞ്ഞു. ഈ ഇരിക്കുന്ന പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹത്തിന്റെ നിലവിലെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആ സഹോദരി മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ കഥകൾ ഏവരും ശ്രദ്ധിച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾക്ക് ഈ നാട്ടിലെ അമ്മമാരെയും സഹോദരിമാരെയും സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഇവിടുത്തെ മാധ്യമം, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തിനേയും ആഘോഷമായി കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിയമപാലകര് പോലും ഉള്ളിൽ ശപിക്കുന്നുണ്ടാകും. ഇങ്ങനെ ഒരു വൃത്തികെട്ട മന്ത്രിയെയും MLAയും പത്തനാപുരത്തുണ്ടായത് ഞങ്ങൾക്ക് കൂടി സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇവിടുത്തെ നിയമപാലകരുടെ മനസ്സിലൂടെ പറയുന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പത്തനാപുരം മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പോകുമ്പോൾ അദ്ദേഹം ആഘോഷമാക്കി മാറ്റുമ്പോൾ ഒരു അമ്മയ്ക്കും സഹോദരിക്കും ഒരു MLA എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒരു കാര്യം പറയുവാൻ സാധിക്കാത്ത വിശേഷമാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇദ്ദേഹം ഇവിടെ MLA ആയി വന്നതിന് ശേഷം നിരവധി ആളുകൾ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായി നിന്നുകൊണ്ട് ഇന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഈ മാധ്യമക്കാരോട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ വ്യക്തിപരമായി ഒന്ന് ചോദിക്കണം. കഴിഞ്ഞ കാലങ്ങളായി ഞാൻ ഈ പറയുന്ന ഗണേഷ് കുമാറിനോട് MLAയോട്
ഈ ആളുകൾ സഹകരിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ആ സഹോദരനും സഹോദരിമാരും പറയും, ഞങ്ങൾക്ക് കിട്ടിയ ഇദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് പറയുവാൻ സാധിക്കും. ഈ നാടിന്റെ വികസനമല്ല, വാഹനത്തിൽ പോകുമ്പോ സ്ത്രീകളുടെ ചേഷ്ടകൾ വർണ്ണിക്കുവാൻ വേണ്ടി അവസരം കണ്ടെത്തുന്ന ഒരു മന്ത്രി, ഇത് ഈ നാടിന് അപമാനമാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഇടതുപക്ഷ കക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന ഗണേഷ് കുമാർ ഈ നടത്തുള്ള ചെയ്തികളെ പറ്റി ഇടതുപക്ഷ പ്രസ്ഥാനം മറുപടി പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരെ, ഇങ്ങനെയുള്ള ആവാസന്മാരെ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണോ എന്ന് ഇവിടുത്തെ LDFന്റെ നേതൃത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം, മന്നത്താചാര്യൻ കൊളുത്തിയ ദീപശിഖ, ആ മന്നം തൊടുത്തുവിട്ട NSS എന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പത്തനാപുരത്തിന്റെ താലിക്കൂടൻ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുമ്പോ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും നിരന്നു നിന്നുകൊണ്ട് ഇദ്ദേഹം പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മമാരും സഹോദരിമാരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും, ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ഞങ്ങൾക്ക് പത്തനാപുരം താലൂക്ക് യൂണിയൻ ആവശ്യമില്ല എന്ന് പറയുക സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നായന്മാർക്ക് അപമാനമാണ്. ഇവിടുത്തെ മന്നത്തെപ്പോലുള്ള പകർപ്പനായ ആളുകൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ആവശ്യമില്ല എന്ന് അതിനു വേണ്ടിയിട്ട് പത്തനാപുരം താലൂക്കിലെ ഉശിരുള്ള നായർ സമൂഹം ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ നീക്കം ചെയ്യുവാൻ വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ശരി, ഈ സമര പരിപാടി തുടക്കം മാത്രമാണ്. ഇതുകൊണ്ട് ഗണേശൻ ആഘോഷിക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ആവാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ തക്ക ശിക്ഷ തരുവാൻ വേണ്ടി, ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുവാൻ വേണ്ടി കേൾപ്പുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന് മുന്നിട്ടിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഈ മാർച്ചിന് കൃതജ്ഞത രേഖപ്പെടുത്താൻ കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാഹുലേനെ ക്ഷണിച്ചു. ബഹുമാന്യരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, ഈ വൈകിയ വേളയിൽ ഒരു സമൂഹത്തിന്റെ മുഴുവൻ അപമാന ഭാരം പേറിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് ഈ പത്തനാപുരം നഗരത്തിൽ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി എത്രത്തോളം മതപ്പതിക്കാമോ അത്രത്തോളം മതപ്പതിച്ച ഒരു പുരുഷ വേശ്യയായി മാറിക്കൊണ്ട് ഈ നാടിന് മുഴുവൻ അപമാനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ളത്. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഈ ഒരു കാമഭ്രാന്തൻ ഈ നാടിന് മുഴുവൻ നാണക്കേടായി, ഈ പത്തനാപുരത്തെ ജനങ്ങളെ മുഴുവൻ ഈ ലോകത്തിന് മുന്നിൽ അപമാനിതനാക്കി നിർത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാറിനെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യയായ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, മറ്റ് വിവിധ കാര്യകർത്താക്കൾ, പാർട്ടിയുടെ സഹപ്രവർത്തകർ, എല്ലാവർക്കും ഈ സമര പരിപാടിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. ഈ സമര പരിപാടികളുടെ തുടർന്നുള്ള കാര്യക്രമങ്ങൾ പാർട്ടിയുടെ കാര്യകർത്താക്കൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കുമെന്ന ഒരു വാർത്ത മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ ഈ മാർച്ച് അവസാനമല്ല, ശക്തമായ നടപടി ഈ മന്ത്രിയുടെ രാജിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പ്രതിഷേധങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പത്തനാപുരത്ത് ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കും. മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധത്തിന്റെ തത്സമയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനാപുരത്ത് പഞ്ചായത്ത് ജംഗ്ഷനിൽ വെച്ചാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരുന്നത്. എന്താണ് പറയാനുള്ളത്? പത്തനാപുരത്ത് അധിക ദീർഘകാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ നാടിനും ഈ ഭാരതത്തിൻ്റെ മുകളിൽ ഉയർത്തി കാണിക്കുക, അതായത് കേരളത്തിൻ്റെ മുകളിൽ നിന്നും ഉയർത്തി കാണിക്കുന്നതുകൊണ്ട് നമ്മുടെ കെ പി ഗണേഷ് കുമാർ നടത്തുന്ന അതിക്രൂരമായ രീതിയിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പെൺപിടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുടുംബപരമായ രീതിയിലുള്ള കാര്യങ്ങളും
വളരെ 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 വലിയ രീതിയിലുള്ള നാണക്കേടും അപമാനവും സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ നിമിഷവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു നാണക്കേടിലേക്കാണ് പോകുന്നത്. അതിന് BJP എന്ന രീതിയിൽ വലിയ പ്രതിഷേധം ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു സൂചന മാത്രമാണ്. വരും കാലങ്ങളിൽ ഇതിലും ശക്തമായ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്ന് ഇതിനോടെ പറഞ്ഞു. ഭാരത ജനതാ പാർട്ടിയുടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരുന്നത്. മന്ത്രി KP ഗണേഷ് കുമാറിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാർ അപമാനിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള കേരള ജനതാ പാർട്ടിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ തത്സമയം നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്.